ഇന്ന് വരെ ആ വീട്ടിൽ എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? പരാജയം മാത്രം. ആ പാർവതി അവിടെ നിന്ന് ഓടിച്ചിട്ട് വിശാലിനെ സ്വന്തമാക്കാൻ നിനക്കും സാധിച്ചില്ലല്ലോ. ഓഹോ, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? നീ വിശാലിന്റെ ഭാര്യയായിരുന്നെങ്കിൽ ആ മണിചന്ദ്രമാല നിന്റെ കഴുത്തിൽ കിടക്കുമായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കോ. ഇനി ഏട്ടനായിട്ട് എന്റെ ഭ്രാന്ത് കൂട്ടണ്ട. അവളെ എനിക്ക് നശിപ്പിക്കണം. ആ മണിചന്ദ്രമാല എനിക്ക് വേണം. അതിനെന്താ മാർഗം അതറിയാൻ വേണ്ട ഞാൻ ഏട്ടനെ വിളിച്ചത്. അപ്പോ ആ മണിചന്ദ്രമാല നിനക്ക് വേണം? ആ വേണം. അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. പക്ഷേ അത് നീ ശ്രദ്ധിച്ചു വർക്കൗട്ട് ചെയ്യണം. അത് ഞാൻ ചെയ്തോളാം. ശരി, ഇതിനി വർക്കൗട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കാവൂ ഇനി. ഇത് ഞാൻ വർക്കൗട്ട് ചെയ്തോളാം. ഓക്കെ. ഏട്ടനാള് പുലി തന്നെയാ. ഇത് ഞാൻ നോക്കിക്കോളാം. കമ്പനിയുടെ ചട്ടപ്രകാരം കമ്പനിയിൽ നിന്റെ അച്ഛൻ്റെ കാലാവധി കഴിഞ്ഞു. സ്വാഭാവികമായി നിന്റെ അച്ഛനും അമ്മയ്ക്കും പകരം നിങ്ങളാണ്, നീയും പാർവതിയുമാണ് ഇനി ആ സ്ഥാനത്ത് തുടരേണ്ടത്. പിന്നെ കമ്പനിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്തെ ഗായത്രി ദേവി അണിഞ്ഞിരുന്ന ഈ തറവാടിന്റെ പാരമ്പര്യമായി കൈമാറി വരുന്ന ഒരു മാലയുണ്ട്. ആ മാല അണിഞ്ഞു വേണം പാർവതി ഫോട്ടോ എടുക്കേണ്ടത്. ചേച്ചി, ചേച്ചിക്ക് ഇതെന്താ പറ്റിയത്? ചേച്ചിയുടെ പഴയ ആവേശമൊക്കെ കുറഞ്ഞു തുടങ്ങിയോ? എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ദേ, ഈ പോക്ക് പോയാ മിക്കവാറും നമ്മുടെ ലക്ഷ്യമൊക്കെ വെള്ളത്തിലാവുകയുള്ളൂ. ഒന്നും സംഭവിക്കില്ല പ്രതാപ. നീ നിന്റെ ഈ അനാവശ്യ സംശയങ്ങള് ഒന്ന് ഉപേക്ഷിക്കും. എന്തിനാ നിനക്കിപ്പോ ഇങ്ങനെ ഒരു ചിന്ത? അതെ, ഇത് ഞാൻ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നൊന്നുമല്ല. ഇപ്പൊ ഇവിടെ നടക്കുന്ന ചില സംഭവങ്ങള് ചേച്ചി കണ്ടില്ലാന്ന് അടിച്ച് ഒഴിവാകുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയത്. ഞാൻ എന്ത് കണ്ടില്ലാന്ന് നടിക്കുന്നു നീ പറയുന്നത്? ഇവിടെ നടക്കാൻ പോകുന്ന ഫോട്ടോഷൂട്ടിനെ കുറിച്ച് ചേച്ചി അറിഞ്ഞല്ലേ? ചേച്ചി എന്താ അന്നേരം ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് മിണ്ടാനാ പ്രതാപ? ചേച്ചി അവര് വെറുതെ ഷോക്കേസ് വെക്കാനല്ല ആ ഫോട്ടോ എടുക്കുന്നത്. അതെ, കമ്പനി ബുക്ക്ലെറ്റിലും ബ്രോഷറിലൊക്കെ വെക്കാനോ. അതിൽ വിശാലിന്റെ ഫോട്ടോ വെക്കുന്ന ഓക്കെ, പക്ഷെ പാർവതിയുടെ ഫോട്ടോ വെക്കുന്നതേ ചെയർപേഴ്സന്റെ സ്ഥാനത്താ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ചേച്ചിക്ക് ഇനി കമ്പനിയിൽ അധികം സ്ഥാനമില്ലെന്നല്ലേ? ഇനി മുതൽ കമ്പനി പാർവതി ആയിരിക്കും ഭരിക്കുന്നത്. ദേ, ചേച്ചിയുടെ സ്ഥാനം പോവും, ഒപ്പം ചേച്ചിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നിലയ്ക്കും. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നേ? ചേച്ചിയുടെ വരുമാനം നിർത്തലാവുമ്പോ എനിക്ക് ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പോക്കറ്റ് മണി നിലയ്ക്കും. അതോടെ ഞാൻ പാപ്പരാവും. ഇത് വല്ലാത്ത ഗതികേടായി പോയി ചേച്ചി. ഇത്രയും മോശം സിറ്റുവേഷൻ നമുക്കുണ്ടായിട്ട് ചേച്ചി ചിരിക്കുകയാണോ? എടാ പ്രതാപ, പാർവതി ചെയർപേഴ്സൺ ആണെന്ന് കരുതി നീ ടെൻഷൻ ആവുമൊന്നും വേണ്ട. അവള് കമ്പനിയിലെ ചെയർപേഴ്സൺ ആണെങ്കിലേ ഞാൻ ഈ കുടുംബത്തിലെ മഹാറാണിയാ. ആ പേടിയും ബഹുമാനവും ഒക്കെ അവൾക്ക് എന്നോടുണ്ട്. അതില്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അതുണ്ട്, അതൊക്കെ ശരി തന്നെയാ. അവൾ എന്നെ പേടിക്കുന്നിടത്തോളം, എന്നെ ബഹുമാനിക്കുന്നിടത്തോളം അവളെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റും. ഞാൻ പറയുന്നതിൽ നിന്നും അവൾ ഒരടി അനങ്ങില്ല. അതിനർത്ഥം
അവള് ചെയർപേഴ്സന്റെ കസേരയിൽ ഇരുന്നാലും അവളെ നിയന്ത്രിക്കുന്നത് ഈ ഞാനായിരിക്കും. അതുകൊണ്ട് അവളുടെ ഫോട്ടോ ബുക്ക്ലെറ്റിൽ വെക്കുന്നതൊന്നും നമ്മുടെ വിഷയമേ അല്ല. നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ശേഖരനാ. നീ ആദ്യം അയാളെ കണ്ടുപിടിക്കാൻ നോക്ക്. കണ്ടുപിടിച്ചിരിക്കും. അയാൾ എവിടെ മറിഞ്ഞിരുന്നാലും നമ്മൾ അയാളെ കണ്ടുപിടിച്ചിരിക്കും. ഉം. ഈ ഫയൽസ് ഒക്കെ നീ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കുക. കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു. പോകാനോ? ഞാൻ പോവില്ല. പോയില്ല മോനെ. എനിക്കൊരു സമ്മാനം തരാനുണ്ട്. ഞാനിപ്പോ ചേച്ചിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ചേച്ചിയെ കാണുന്നില്ല. അത് ചേച്ചി ഇവിടെ ഉണ്ട്. ആ പൂവ് ഇങ്ങ് തന്നേക്കും. ഇങ്ങ് തന്നേക്കുന്നേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ചെല്ല് ചെല്ല്. അല്ല, ചേച്ചിയുടെ സൗന്ദര്യത്തില് അനിയത്തിക്ക് വലിയ ശ്രദ്ധയാണല്ലോ. അതുകൊണ്ടല്ലേ ഈ റോസാപ്പൂ കൊണ്ട് തന്നത്? അവളങ്ങനെയാ. നീ ആ പൂവിങ് തന്നെ, ഞാൻ ചൂടിത്തരാം. ഇങ്ങത്താ. എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ? ആകെ ഏടകൂടാ എന്നാ തോന്നുന്നേ. എന്തുപറ്റി? നീ കാര്യം തെളിച്ചു പറയൂ. ആ ശേഖരമേനോൻ ചേച്ചി വിളിച്ച് ഭീഷണിപ്പെടുത്തി നമ്പറിന്റെ വിശദാംശം അറിയാൻ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നില്ലേ? ഉവ്, എന്നിട്ടെന്തായി?
അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ? കിട്ടി. പക്ഷേ അവിടെയാണ് പ്രശ്നം. അതേ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. എന്ത് പ്രശ്നം? ആ സിം കാർഡ് ആരുടെ പേരിലാ? ശേഖരമേനോന്റെ പേരിൽ തന്നെയാണോ? അല്ല, അത് ശേഖരമേനന്റെ പേരിലെടുത്ത സിം കാർഡല്ല. പിന്നെ പിന്നെ ആരുടെ പേരിലാ ആ കണക്ഷൻ? അത് എടുത്തിരിക്കുന്നത് ഈ വീടിന്റെ അഡ്രസ്സിലാ. എടാ, ഈ വീട്ടിൽ ആരാ ശേഖരമേനോന് സിം കാർഡ് എടുത്തു കൊടുക്കാൻ? ആരുടെ പേരിലാ ആ കണക്ഷൻ? മറ്റാരുടെയും പേരിലല്ല, വിശാലിന്റെ പേരിലാണ് അത് എടുത്തിരിക്കുന്നത്. വിശാലിന്റെ പേരിലോ? അതേ ചേച്ചി, വിശാലിന്റെ പേരിലെ സിം എടുത്തിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു? ഇനി ഒരു പക്ഷേ നമുക്ക് മുമ്പേ വിശാല് ശേഖരനെ കണ്ടെത്തിയിട്ടുണ്ടാവോ? ശേഖരമേനോൻ എല്ലാ സത്യങ്ങളും വിശാലിനോട് പറഞ്ഞിട്ടുണ്ടാവോ? അതുകൊണ്ടാവോ വിശാൽ അവന്റെ പേരിൽ രഹസ്യമായിട്ട് സിം കാർഡ് എടുത്തു കൊടുത്ത് ശേഖരമേനോനെ കൊണ്ട് ഭീഷണിപ്പെടുത്തുവാണോ നമ്മളെ? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ വിശാൽ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുകയാണോ? എന്താ സംഭവിച്ചെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏതായാലും ഇത് നിസ്സാരമായിട്ട് കണ്ട് വെറുതെ വിടാൻ പറ്റില്ല. പ്രതാപ, നീ വാ, നമുക്ക് വിശാലിനെ കണ്ട് തന്ത്രപരമായി ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിയാൻ ശ്രമിക്കാം. നീ വാ. ഇതെന്തിനാ പേന കൊണ്ട് കവളത്ത് കുത്തുന്നേ? അതേ, നിന്നെ ആരും കണ്ണുവെക്കാതിരിക്കാനാ പാർവതി. എന്നെ ആര് കണ്ണുവെക്കാനാ വിശാൽ സാറേ? ഞങ്ങള് നിങ്ങളുടെ സ്വർഗത്തിലെ വേറെ ഏതെങ്കിലും സിം കാർഡ് ഉണ്ടോ? ഉണ്ട്, വേറൊരു സിം കൂടിയുണ്ട്. എന്താ അമ്മേ, എന്താ വേറെ സിം കാർഡ് ഉണ്ടോന്ന് ചോദിച്ചത്? ഒന്നുമില്ല, വേറെ ആരെങ്കിലും നിന്റെ പേരിലുള്ള സിം മിസ്യൂസ് ചെയ്യരുത്, അല്ലേ പ്രതാപ? അതെ അതെ, ഇപ്പൊ ഈ വ്യാജ സിം കാർഡ് വെച്ച് ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. അതെനിക്കും അറിയാം, പക്ഷേ സൂക്ഷിക്കേണ്ട ഞാനല്ല,
അമ്മയാ. ഞാനോ? അതെ, അമ്മയാ സൂക്ഷിക്കേണ്ടത്. ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നേ? അമ്മ മറന്നുപോയോ? കുറച്ച് നാള് മുമ്പ് അമ്മയ്ക്ക് ഒരു സിം വേണമെന്ന് പറഞ്ഞപ്പോ എന്റെ ID പ്രൂഫ് ഉപയോഗിച്ച് ഞാനല്ലേ അമ്മയ്ക്കൊരു സിം കാർഡ് എടുത്തു തന്നത്. ആ സിം ഇപ്പോ അമ്മയല്ലേ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാ അമ്മ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഓ, അത് ശരിയാണല്ലോ. ഞാനതങ്ങ് മറന്നുപോയി. ശരി ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കേ. പ്രതാപ, നമുക്ക് പോവാം. ഓ ശരി. ശരി. വിശാൽ സർ, സാറ് അമ്മയ്ക്ക് വേണ്ടി എടുത്തു കൊടുത്ത സിമ്മിന്റെ നമ്പർ ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. പാർവതിക്ക് അത് വേണോ? ഞാൻ പറഞ്ഞുതരാം. ആ, ചുള്ളനായിട്ടുണ്ടല്ലോ. എന്താ ഇത്? കൈയെടുക്ക. നിനക്ക് എന്തിന്റെ കുഴപ്പാ? ഒന്നുമില്ല, ചുമ്മാ ഒരു തമാശ. നിന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ട്. അപ്പോഴേക്കാണ് സീരിയസ് ആയല്ലോ. അല്ല, അടിപൊളി ഷർട്ടും പാന്റും ഒക്കെ ഇട്ട് സ്റ്റൈലായിട്ടുണ്ടല്ലോ. അണിഞ്ഞൊരുങ്ങി എവിടെ പോവാ? ഇന്ന് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. ഓഹോ, അത് ശരി. അപ്പൊ ഫോട്ടോഗ്രാഫർ ഇവിടെ വരുമോ? അതൊക്കെ വിശാലേട്ടനെ അറിയൂ. അപ്പൊ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ടോ? എന്റെയും വിശാലേട്ടന്റെയും പാർവതിയുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ എടുക്കായിരുന്നു. ഞാൻ പോയി റെഡി ആയിട്ട് വരട്ടെ. നിന്റെ ഫോട്ടോയോ? ഏയ്, അതൊന്നും പറ്റില്ല. എന്താ അങ്ങനെ ഒരു ഫോട്ടോ എടുത്താല്? വിപിൻ, അയ്യോ വിശാൽ സാർ. വിപിൻ. ശരിയെന്നാ. വിപിനെ, ആ, നീ റെഡിയായില്ലേ? റെഡിയായിട്ടാ. അല്ല, ചേട്ടൻ റെഡിയാവുന്നില്ലേ? റെഡിയാവാ. നീ വാ, പറയട്ടെ. പാർവതി അവളൊരു വല്ലാത്ത യോഗ ഉള്ളവള് തന്നെയാ. പക്ഷെ ആ യോഗ എല്ലാം കൂടി ഒരു ദിവസം അവസാനിപ്പിക്കും സുശീലാന്റി. ഞാൻ അവസാനിപ്പിക്കും. നീ ഇത് പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ ജാസ്മിൻ. വിജയം മുഴുവൻ എന്നും എപ്പോഴും അവൾക്ക് തന്നെയല്ലേ? അവളുടെ വിജയമെല്ലാം താൽക്കാലികമാണ് സുശീലാന്റി. തൽക്കാലം അവള് ജയിക്കട്ടെ, സന്തോഷിക്കട്ടെ. പക്ഷേ അന്തിമമായി അവളുടെ ജാതകം ഞാൻ തിരുത്തിക്കുറിക്കും.
ഇല്ല വന്നില്ല. അയാള് വരേണ്ട ടൈമായല്ലോ. വിശാലെ, ആ ചെറിയ ആന്റി അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കൂ. ആ വേണ്ട വേണ്ട,